എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എത്ര പരിശ്രമിച്ചിട്ടും ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നേറാൻ കഴിയാത്തതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. പൈശാചികമായ അതിർത്തികളെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഭേദിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം നമ്മളത് മനസ്സിലാക്കി ദൈവകൃപയിൽ ശക്തിപ്പെട്ട് ദൈവഹിതപ്രകാരം നമ്മളതിനെ ഭേദിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഒരുപക്ഷെ വർഷങ്ങൾ പോലും നമ്മൾ സ്റ്റക്കായി ആ ഒരവസ്ഥയിൽ നിലനിൽക്കും. ദൈവത്തിന് നമ്മളെ വിടുവിക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ വാക്കുകൊണ്ട് ദൈവത്തിന് നമ്മളെ വിടുവിക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് ഇസ്രായേലിൽ ശൗൽ രാജാവായപ്പോൾ 3000 പേരുമായിട്ട് പോയ ശൗലിന് നേരെ 30,000 ആളുകളുമായിട്ട് ഫിലിസ്തീർ വന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകമുള്ള രാജാവായ ശൗൽ അടക്കമുള്ളവർ ഗഹുരങ്ങളിലും ഗുഹകളിലുമൊക്കെ ഒളിച്ചിരുന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അതെത്ര നാൾ തുടർന്നു എന്നുള്ളതൊന്നും ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇത് പുതിയ നിയമത്തിലെ ആത്മീക യുദ്ധത്തിന് ഒരു നിഴലാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ദൈവത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അന്നേരം മാത്രമേ നമുക്ക് ഈ ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാകൂ. ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങളും അനുഭവങ്ങളും ഒക്കെ പറയുന്നത് ഇത് ആരുടെയെങ്കിലും മനസ്സിലേക്കൊന്ന് കയറി അവരുടെ കണ്ണുകളൊന്ന് തുറക്കപ്പെടാനായിട്ടാണ്. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചർച്ചിലുള്ള അല്ലെങ്കിൽ ഞാൻ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്ന എൻ്റെ നാട്ടുകാർ പോലും ഈ വീഡിയോ കാണുന്നുണ്ട്, ഒത്തിരി പേര്. അതുകൊണ്ട് ഇതൊന്നും ഭോഷ്കല്ല കേട്ടോ, ഇതെല്ലാം സത്യസന്ധമായി ഇല്ലാത്ത ഒരു കാര്യം പോലും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവഹിതപ്രകാരം വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലൊക്കെ ആയി, ദൈവ ആലോചനകളും ഒക്കെ തരുമായിരുന്നു. പക്ഷേ നിരന്തരമായി രോഗം. എൻ്റെ വൈഫ് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശുശ്രൂഷയിലാക്കി കഴിഞ്ഞപ്പോൾ നിരന്തരമായ രോഗങ്ങൾ, കഷ്ടങ്ങൾ. ഞാനൊരിക്കൽ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ഇതെവിടെ പോയി അവസാനിക്കും ഇത്? അതായത് ഓരോ മാസവും നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു നല്ല പങ്കും ഇങ്ങനെ ആശുപത്രികളിൽ ഇങ്ങനെ പോവുക, നഷ്ടങ്ങളാണ്, ഓട്ടസഞ്ചിയുടെ അവസ്ഥയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ദൈവദാസന്മാർ, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരും പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ പാസ്റ്ററൊക്കെ ഒരു പ്രവാചകനാണ്. അപ്പം അദ്ദേഹത്തെയൊക്കെ വിളിക്കുന്നു, പ്രാർത്ഥിപ്പിക്കുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവദാസന്മാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു ശമനമില്ല. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇതെന്താണ് കാരണം? ഇതിൻ്റെ കാരണം എന്താണ്? അന്നിത് മനസ്സിലാക്കാൻ ഒത്തിരി പരിശ്രമിച്ചു. ഞാൻ അതാണ് പറഞ്ഞത്, ദൈവത്തിന് ഒറ്റയടിക്ക് വിടുവിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് ഞാനതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയാണ്. ദൈവം ഇത് അനുവദിച്ചു കൊടുക്കാതെ ഒറ്റയടിക്ക് എന്നെ വിടുവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നും അലസനായി ഇതൊക്കെ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടുന്നത് മേടിച്ച് ഒരാത്മഭാരമില്ലാത്ത ഒരു ശുശ്രൂഷകനെ പോലെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയനേമായിരുന്നു. പക്ഷെ ദൈവം ചിലത് അനുവദിച്ചു തരുന്നത് എന്തിനാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഈ അനേക അറിയപ്പെടുന്ന പ്രഭാഷകന്മാർ പോലും നമ്മുടെ ഈ മെസ്സേജുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുകയാണ്. നമ്മൾ ഒരിക്കലും സ്വയം പ്രശംസ പാടില്ല. അപ്പം അവരിൽ ഒന്നല്ല, പല ആളുകളും എന്നോട് ചോദിച്ചു, ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഈ ദൈവവചന വെളിപ്പാടുകളും ഇത് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ ചിരിച്ചു. ബലഹീനനായ ഏഴയായ നമുക്ക് എന്ത് കഴിവാണുള്ളത്? ഇത് പുസ്തകങ്ങളിൽ നിന്നൊന്നും കിട്ടുന്നൊന്നുമല്ല. പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ജീവിതമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയാണ്, ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ദൈവവചന സന്ദേശം കേട്ട് അവർ വിടുതലുകൾ അനുഭവിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുക. കാരണം അന്ന് ഏതെങ്കിലുമൊക്കെ ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് ഒറ്റയടിക്ക് എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറി ഈ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്നത്തെ നിലയിൽ എത്തത്തില്ലായിരുന്നു. നമ്മൾ ഈ സ്റ്റേജുകളിലെല്ലാം പ്രസംഗിച്ച് കേൾക്കാറുണ്ട്, ഇന്നത്തെ കഷ്ടത നാളത്തെ അനുഗ്രഹത്തിനാണ്, വിടുതലിനാണ്. പക്ഷെ എങ്ങനെയാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല.
അതിനുള്ള ഒരൊറ്റ കാര്യം, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളുടെ കഴിവുകേടുകളും ഒന്നും ചിന്തിക്കാതെ ഒരു നല്ല മനുഷ്യനായിട്ട് ദൈവവചനത്തിൻ്റെ മുമ്പാകെ പേഴ്സണൽ പ്രയറിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ ഇരിക്കണം. നല്ല ദൈവദാസന്മാർ നമുക്ക് അനുഗ്രഹമാണ് കേട്ടോ, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മനുഷ്യരിൽ ഡിപ്പെൻഡായി നമ്മൾ പോയാൽ നമ്മൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരിക്കലും നമ്മൾ വളരത്തില്ല. മനസ്സിലായോ? അപ്പം നമ്മളിത് നന്നായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. ഞാൻ ഈ അനുഭവങ്ങൾ ഒക്കെ പറയുന്നത് വീഡിയോ കാണാൻ, എനിക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ കാണണമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ ഇട്ടിട്ട് പോകണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഇത് സമയമെടുത്ത് ഇത് പറയുന്നത്, ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് ഒരു കാര്യം ഈ ഒരു ശുശ്രൂഷയിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ദൈവം ഇത് ചെയ്യും. അത് താല്പര്യമുള്ളവരുടെ അരികിലേക്ക് എത്തിക്കും, ഇല്ലാത്തവരുടെ അരികിലേക്ക് ഇത് പോകത്തില്ല. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. അപ്പം ഈ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്താണെന്നറിയാമോ? സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം? അനേകരെ തേജസ്സിലേക്ക് നടത്തുന്നവരുടെ നായകനെ, രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കണം. അതായത് നമ്മൾ ഇത് അനുഭവിച്ചതിൻ്റെ എത്രയോ മടങ്ങ് കഷ്ടതകളിലൂടെ ക്രിസ്തു കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊരു പാഠമാണ്. എന്താണ് ആ പാഠം? ഒറ്റയ്ക്ക് നിന്ന് തരണം ചെയ്ത് പിതാവേൽപ്പിച്ച ദൗത്യം അവിടുന്ന് പൂർത്തീകരിച്ചെങ്കിൽ നമ്മളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിയും. വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് ഈ അതിർത്തികളെ ഭേദിക്കേണ്ടതെന്നുള്ള ആ കാര്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോവുകയാണ്. വളരെ ടൈം എടുത്ത് പോവുകയാണ്. വളരെ പെട്ടെന്ന് പോവുകയാണ്. ശ്രദ്ധിക്കുക, കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇസ്രായേൽ ദേശത്ത് കൊല്ലന്മാരെ എല്ലാം നീക്കി. അതായത് അവരെ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 3000 പേരെ 30,000 പേരുമായിട്ടാണ് ഫെലിസ്തീൻ വരുന്നത്. വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നില്ല. ഇവരെ മുഴുവനും വളഞ്ഞിട്ടു. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇവരെല്ലാം ഈ ഗഹുരങ്ങളിലും പള്ളക്കാടുകളിലും ഈ പിന്നെ കുഴിക്കകത്തുമൊക്കെ ഇറങ്ങിയിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഫെലിസ്തീനാണോ ഇസ്രായേലിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് തീരുമാനിക്കാൻ ദൈവം അനുവദിച്ചത്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേതൃസ്ഥാനത്ത് നിന്ന് ശൗലിന് പറ്റിയത് എന്താ? അനുസരണക്കേട്, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ സ്വന്തം അപ്പനായ ശൗലിനോട് പോലും പറയാതെ യോനാഥാൻ നടത്തിയൊരു നീക്കമാണ് ഇസ്രായേലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് പേരും പ്രശസ്തിയൊന്നും ദൈവത്തിന് വിഷയമല്ല. അതാരാണെങ്കിലും 50 കൊല്ലമായി പിന്നെ അറിയപ്പെടുന്ന ആളാണ്, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോനാഥാൻ സത്യത്തിൽ അഭിഷേക തൈലം വീണത് ശൗലിൻ്റെ മുകളിലാണ്. യോനാഥാനെ ആ സീനിൽ പോലും ഇല്ല. പക്ഷേ നമ്മൾ 1 ശമൂവേൽ 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ദിവസം, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു ദിവസം യോനാഥാൻ ആയുധവാഹകനായ ശൗലിനോട് വരിക, നാം അങ്ങോട്ട് ഫെലിസ്തീയരുടെ പാളയത്തിലേക്ക് പോകാം. കണ്ടോ, ഒരു തീരുമാനം, ഒരൊറ്റ തീരുമാനം. അതായത് ശത്രുക്കൾ ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കുകയാണ്. ഈ മൺവെട്ടി, കലപ്പ, മഴു ഇതൊക്കെ രാഗാൻ സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ അതേ കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റഡായി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. അതായത് മൺവെട്ടി, കലപ്പ, അതായത് നിങ്ങൾ കൃഷി ചെയ്തോ വിറവ് വെട്ടിക്കറിച്ചോ പട്ടിണിയിലിടത്തില്ല. അതാണ് കാരണം. പട്ടിണിയിലിട്ടാൽ നമ്മൾ കണ്ടുപിടിക്കും ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഈ പഴയ നിയമ ഇസ്രായേലിനെ യുദ്ധം അഭ്യസിപ്പിക്കാൻ ചില ജാതികളെ യോശുവയുടെ കയ്യിൽ പോലും ഏൽപ്പിക്കാതെ ദൈവം മാറ്റി വെച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഈ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ സത്യസന്ധമായി നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഈ യാക്കോബ് ഒരു രാത്രി മുഴുവനും നീണ്ടു നിന്ന ഒരു പോരാട്ട പ്രാർത്ഥനയുണ്ട്, മൽപ്പിടുത്ത പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് യാക്കോബിൻ്റെ പേര് ഇസ്രായേലായിട്ട് മാറിയത്. ആ ഭാഗം വായിക്കുമ്പോൾ കുറച്ച് അവ്യക്തതയുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ദൈവം എനിക്ക് തന്ന, അതിൽ നിന്നൂടെ കർത്താവ് എനിക്ക് നൽകി വെളിപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൈവവചന ധ്യാനത്തിങ്കിൽ എനിക്ക് നൽകി തന്ന ചില ആലോചനകൾ
ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പം 3 പേരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 1 ശൗല്, 2 യോനാഥാൻ, 3 ആയുധവാഹകൻ. ഈ ഇസ്രായേൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോയതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ പോയതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭയങ്കരമായ ഒരു സത്യം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് വായിച്ചപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. 14:22 ഇസ്രായേലിന് ദൈവം ജയം കൊടുത്തപ്പോൾ ഫെലിസ്ത്യ പാളയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഫെലിസ്ത്യരെ സഹായിച്ച എബ്രായർ ഇസ്രായേലിയ പാളയത്തിൽ മടങ്ങി വന്നു. എന്തോ മനസ്സിലായി? ഈ നേതൃത്വം തെറ്റിപ്പോയി. ജനം മൊത്തം ഇവരുടെ ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഫെലിസ്ത്യരുടെ കാര്യത്തിൽ മയങ്ങിക്കിടന്നപ്പോൾ, അല്ലെങ്കിൽ ഇവർ ഒതുങ്ങിപ്പോയപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? പല എബ്രായരും മറുകണ്ഠം ചാടി, അതായത് ശത്രുവിൻ്റെ പാളയത്തിൽ പോയി. അവരെന്താ ചെയ്തതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ദൈവം ജയം കൊടുത്തപ്പോൾ മടങ്ങി വന്നു. ഇന്നത്തെ കാലത്ത് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുക, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാത്ത കൂട്ടായ്മകൾ, അനുഭവങ്ങൾ നിമിത്തം ഒരുപാട് പേര് മറുകണ്ഠം ചാടുന്നുണ്ട്. പലരുടെ തല ഇവിടാണെങ്കിലും വാലപ്പുറത്ത. അതായത് ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം, പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം, ദൈവശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നതും യഥാർത്ഥമായി ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരാത്തതുമാണ്. അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഒന്ന് തീരുമാനിക്കണം, എനിക്കൊന്ന് മുമ്പോട്ട് പോകണം, എനിക്കിതിനെ ഭേദിച്ചാലേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഭേദിച്ചത്? അതിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. ഒന്നാമത്തേത്, യോനാഥാൻ ഒരു എടുത്ത തീരുമാനം എന്താ? നമ്മൾ അങ്ങോട്ട് കയറിച്ചല്ല, വെറുതെ കയറിച്ചെന്നതല്ല, ദൈവാശ്രയത്തോടും ദൈവഹിതത്തിൽ ആശ്രയിച്ചുമാ പോയത്. അതിനൊരു കാരണമുണ്ട്. ഈ യോനാഥാൻ പോയപ്പോൾ അദ്ദേഹം ചെയ്ത 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുക. 1, ശൗലിനോട് പോലും പറഞ്ഞില്ല. എന്തായി പറയാത്തെ? എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഈ പേരും പ്രശസ്തിയും ഒക്കെ കാണും, പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തെ മനസ്സിലാക്കണ ഒരു ആത്മീയ വെളിപ്പാട് വേണം. അത് പേരുകൊണ്ടോ പ്രശസ്തി കൊണ്ടോ നമ്മൾ ഈ കാണുന്ന ഈ പുറംമൂടിയിലൊന്നുമില്ല. ശൗലിനോട് പോലും പറഞ്ഞില്ല, രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചത്. കാരണം പറഞ്ഞാൽ വിടത്തില്ല. കാരണം ഇയാൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ഭയങ്കരമല്ലേ. കാരണം അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ വരുമ്പം യോനാഥാനാണ് പോയി ദൈവത്തിൽ ആശ്രയിച്ചൊരു വിജയം നേടിയത്. ഉടനെ ഈ യോനാഥാൻ്റെ പുറകെ മറ്റുള്ളവരെല്ലാം കൂടെ യുദ്ധത്തിന് പോയപ്പോൾ ഇയാൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണെന്നറിയാമോ? യുദ്ധം തീരുന്നത് വരെ ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങളൊന്ന് നോക്കിക്കേ, ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്ന് യുദ്ധം ചെയ്യണമെന്നുള്ള ഇതുപോലെ ജനത്തിന് ഭാരമായ പലതും അവരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് പറയാത്തത്. നമ്മുടെ സ്വഭാവം മാറണം. മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന, മറ്റുള്ളവരെ അടിമത്വത്തിലാക്കുന്ന, മറ്റുള്ളവരെ ഒതുക്കുന്ന, ഞാൻ പറഞ്ഞത് മാത്രമേ നടക്കാവൂ, ഞാൻ ചിന്തിക്കുന്നത് പോലെ നടക്കാവൂ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കുക, അവരങ്ങ് പൊക്കോട്ടെ. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്തൊക്കെ വലിയ ആത്മീക മർമ്മമുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഒക്കെയുള്ള ഒരു വിജയം എന്ന് പറയുന്നത്, ജഡരക്തങ്ങളായിരുന്ന, അല്ലെങ്കിൽ മുമ്പേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ അരികിൽ പോലും പോയില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ കേൾക്കണ്ട എന്നുള്ളതല്ല. പക്ഷേ ഇവിടെ യോനാഥാൻ നടത്തിയ ഒരു നീക്കം, ഈ ഒരു നീക്കത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണേ. 1, വിശ്വാസത്തിൻ്റെ ഒരു ചുവട് അദ്ദേഹം വെച്ചു. അദ്ദേഹം പറയുക ആയുധവാഹകനോട്, നമുക്കൊന്ന് കയറിച്ചല്ല. സത്യം പറഞ്ഞ രാജാക്കന്മാരെക്കാട്ടി നല്ലത് ചില സമയത്ത് ആയുധവാഹകന്മാർ. കാരണം ഈ ആയുധവാഹകൻ യോനാഥാനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അങ്ങ് എന്തോ വേണേ ചെയ്തോ, ഞാൻ കൂടെ ഉണ്ടെന്ന്. ഇങ്ങനെയുള്ള ചില ആളുകളെയാണ് ഈ നാളുകളിൽ ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് വേണ്ടി ചുവടുകൾ വെക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ആവശ്യമായ ചില ആളുകൾ യുദ്ധമുഖത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് ഒരടയാളം അദ്ദേഹം വെച്ചു. എന്താ അടയാളമെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുക, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം.
അപ്പം ഇങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇവർ പോവുക. അപ്പം ഈ യോനാഥാൻ ഒരടയാളം വെച്ചു. ഈ ദൈവസന്നിധിയിൽ അടയാളങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം. അതായത് യോനാഥാൻ ഒരു അടയാളം വെച്ചു. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പം അവർ നമ്മളോട് പറയുക, ഇങ്ങോട്ട് വരാൻ ഫെലിസ്തീൻ പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാം, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാം. കണ്ടോ അടയാളം. ഈ അടയാളത്തിന് പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല, അടയാളം തരുന്ന ദൈവത്തിലാണ് ആശ്രയിച്ചത്. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം ദൈവഹിതമാണെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? ഒരു കാര്യം ദൈവഹിതമാണെന്ന് എങ്ങനെ അറിയുന്നത്? ചില അടയാളങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും. ഉദാഹരണത്തിന്, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ദൈവത്തിൻ്റെ ഹിതത്താലാണ്. അതാര് എന്തെല്ലാം പറഞ്ഞാൽ. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ കഴിഞ്ഞപ്പം ഞാനിത് നിർത്താൻ തീരുമാനിച്ചതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കുറേ ടെൻഷൻ. ഒന്നാമത് ഞാൻ പണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടോ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല. പക്ഷേ ഇതിന് ഒരു കാരണമുണ്ട്. കാരണം ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, ഫസ്റ്റ് വീഡിയോ 14-15 തവണ രാത്രി 9:30 തൊട്ട് 12 മണി വരെ ഇരുന്ന് ഞാൻ എടുത്തു. ഒട്ടും ശരിയാകുന്നില്ല. അങ്ങോട്ട് ഒത്തിരി പ്രശ്നങ്ങൾ. പിന്നെ എന്നെ കണ്ടിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആൾക്കാരെ നോക്കാതെ ഡിവൈസ് നോക്കിയുള്ള ആ ഒരു മെസ്സേജ്, അതിൻ്റെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷെ ദൈവം കണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫ് ആൻസിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് വേണ്ട, ദൈവം ആരെ കൊണ്ടിലും ചെയ്യിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകിട്ട് എറണാകുളത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയാം, ബ്രദറെ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. ബ്രദറിൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടു. ഞാൻ പാസ്റ്ററാണെന്നൊന്നും അറിയത്തില്ല. ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് കേട്ടപ്പം എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര ആശ്വാസം. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ കഴിവോ മിടുക്കുമൊന്നുമല്ല ഇത്. ഒരു മനുഷ്യൻ്റെ ഉള്ളത്തിൽ ആ മരണഭയം മാറണമെങ്കിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പോലുമില്ല. ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹം വെച്ചത്. അപ്പം ഇതെനിക്കൊരു അടയാളമായിരുന്നു. അത് അടുത്ത കുറേ ദിവസങ്ങൾ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനായി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നമ്മൾ തിരിച്ചറിയുക, വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ദൈവദാസന്മാർ ശുശ്രൂഷകളിൽ ഒതുക്കപ്പെട്ട് ഇനി ദൈവവേല ചെയ്യുന്നില്ല. ഒത്തിരി പേര് ഇനി ആരാധനയ്ക്ക് ഞാൻ പോകുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് അവരുടെ കഷ്ടതകളും അവരുടെ വേദനകളും കണ്ട് അവർ നിരാശപ്പെട്ടിരിക്കുക. നിങ്ങൾ പോയി തുടങ്ങുക. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുക. ഇദ്ദേഹം തീരുമാനമെടുത്തു, പോകാമെന്ന് പറഞ്ഞു. ഒരടയാളം ദൈവം കൊടുത്ത ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ചുവടുകൾ വെച്ചു. നമ്മൾ ചില കാര്യങ്ങളിൽ ചുവടുകൾ വെച്ചാലേ പറ്റത്തുള്ളൂ. അത് അങ്ങനെയാണ്. നമ്മൾ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഉദാസീനത പാടില്ല, പിന്മാറ്റം പാടില്ല. ഒരു ദിവസം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇല്ലേ? എത്ര ദിവസമൊന്നും അറിയത്തില്ല. ഈ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിൽ 7 വർഷവും 8 വർഷവും ഒക്കെ അടിമത്തത്തിൽ കടന്ന കാലങ്ങളുണ്ട് കേട്ടോ. എപ്പം നിലവിളിച്ചോ അന്നേരമാണ് വിടുതൽ. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. യാബൂക്കിൻ്റെ കടവിൽ ഒരു രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തി. അതിൻ്റെ അത് ഭയങ്കര ആത്മീക രഹസ്യങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഞാൻ ഒത്തിരി പുസ്തകങ്ങളിൽ തിരഞ്ഞു. കാരണം അതിൻ്റെ അകത്ത് കുറേ അവ്യക്തതകളുണ്ട്. ഞാനതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം. ഞാൻ ആത്മീയമായി അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സത്യം ഞാൻ പറയാം. ഈ പോരാട്ട പ്രാർത്ഥന ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ഇത് അനുഭവിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോൾ നമ്മുടെ കോളിങ് തിരിച്ചറിയുന്നു, എപ്പോൾ നമ്മുടെ വിളി തിരിച്ചറിയുന്നു, എപ്പോൾ അതിൻ്റെ പിന്നിലെ ആ ഒരു ഉദ്ദേശത്തിലേക്ക് നമ്മൾ വരുന്നു, നമ്മൾ ദൈവത്തിൻ്റോട് കൂടെ നിന്ന് ഒരു വിജയം നേടാൻ നമ്മൾ തയ്യാറാകുന്നു, അന്നേരം മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞില്ലേ, പർവ്വതത്തിൽ പാർത്തത് മതി, ചെല്ലുക, പോയി കൈവശമാക്കുക. അപ്പം പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, യോനാഥാൻ മുമ്പോട്ട് പോയി, ആയുധവാഹകം കൂടുണ്ട്. പക്ഷെ ദൈവം അവർക്ക് ഒരു ജയം കൊടുത്തു. അപ്പം ഈ ഒരു ജയം കണ്ടപ്പോൾ ഒരുപാട് പേര് ആ ജയത്തിൽ പങ്കാളികളായി. ജനം ഉണർത്തപ്പെട്ടു, കൂടെ നിൽക്കാൻ തുടങ്ങി. ചിലർ എഴുന്നേറ്റാൽ കൂടെ ചിലരോട് എഴുന്നേൽക്കും. നമ്മൾ മയങ്ങിയാൽ കൂടെയുള്ളവരും മയങ്ങും. ഈ കൊറോണ സമയങ്ങളിലൊക്കെ സൂമുകളിലായിരുന്നു മീറ്റിംഗ്. അന്ന് ഈ പലരും നമ്മൾ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ പലരും കിടന്ന് കേൾക്കുന്നു, ഇല്ലേ? അപ്പം ഈ നമ്മളൊന്ന് ഉണർത്തപ്പെട്ട
ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഉണർത്തപ്പെട്ട കൂടുള്ളവരെല്ലാം ഉണർത്തപ്പെടും. അങ്ങനെ ഒരു ആത്മീക രഹസ്യം ഇതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. അപ്പം യോനാഥാൻ ആയുധവാഹകന് വെച്ചൊരു ചുവട്, ശൗലിനെ അറിയിക്കാതെ ആ വ്യക്തി വെച്ചൊരു ചുവട്, ആ ഒരു ചുവട് ഇസ്രായേലിലെ ആയിരക്കണക്കിന് ആളുകൾ ഉണർത്തപ്പെട്ട് ഇദ്ദേഹത്തോട് കൂടെ ചേർന്നു യുദ്ധം ചെയ്തു. ദൈവം വലിയ ഒരു ജയത്തെ അന്ന് അവർക്ക് നൽകി. അപ്പം നമ്മൾ പള്ളക്കാടുകളിലും ഗഹൂരങ്ങളിലും ഒളിച്ചിരിക്കാനുള്ളവരല്ല. കർത്താവിന് ഈ നാളുകളിൽ നമ്മളിലൂടെ ചിലതെല്ലാം ചെയ്തെടുക്കാനുണ്ട്. പക്ഷേ നമ്മൾ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. പൗലോസ് പറയുകയാണ്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 30 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് എന്തായിരുന്നു ആ മൃഗയുദ്ധം വ്യക്തമായി നമുക്കറിയത്തില്ല. ചിലർ പറയുന്നത് അദ്ദേഹം നേരിട്ട് മൃഗത്തോട് യുദ്ധം ചെയ്തെന്നാണ്. പക്ഷേ അങ്ങനെ ആവാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരാത്മീക യുദ്ധമായിരുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിലെ നഗരത്തിൽ വെച്ച് അർത്തിമീസ് ദേവിയുടെ പേരിൽ ഒരു വലിയ കലക്കം ഉണ്ടായി. മണിക്കൂറുകൾ നീണ്ട കലാപം അവിടെ ഉണ്ടായി. അതിൽ നിന്ന് ആ ദൈവമനുഷ്യൻ രക്ഷപ്പെട്ടതിൻ്റെ പിന്നിൽ അദ്ദേഹം നടത്തിയ ഒരു ആത്മീക യുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് മൃഗയുദ്ധം ചെയ്തെന്ന് പറയുന്നത്. മനസ്സിലായോ? യുദ്ധം ചെയ്യാതെ നമുക്ക് ജയിക്കാൻ പറ്റില്ല. രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. എന്തിനാ? അതേ പാതയിലാണ് നമ്മളും യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭാരപ്പെട്ടും തളർന്നും ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഇനി ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല, ഇനി ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ദൈവത്തിന് ആവശ്യം ചുറുചുറുക്കോടെ ആവേശത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറ. നല്ല ദൈവദാസന്മാർ, ആത്മീയ കൂട്ടായ്മകളുണ്ടെങ്കിൽ നിങ്ങളവിടെ പോവുക. ആരാധനകൾ മുടക്കാതിരിക്കുക, കൂട്ടായ്മകൾ മുടക്കാതിരിക്കുക, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതിരിക്കുക, ഉപവാസ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുക. ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഗൗരവത്തോടെ പ്രാർത്ഥനയിൽ മുന്നേറുക. എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു, ഇനിയൊന്നും പറ്റത്തില്ല എന്നൊക്കെയുള്ള ചിന്തകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ദൈവം, ഞാൻ പറഞ്ഞല്ലോ, പ്ലീസ് ശ്രദ്ധിക്കൂ, ഞാനിതെന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? ദൈവത്തിൻ്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. ഞാൻ കരഞ്ഞ് ഒത്തിരി കണ്ണുനീര് ഞാൻ ഒഴുക്കി, ഞാൻ ഒത്തിരി ഉപവസിച്ചു. ഞാൻ ഉപവസിച്ചത് രോഗം മാറാനും എൻ്റെ നന്മകൾ നഷ്ടപ്പെടുന്നത് നിൽക്കാനുമാണ്. പക്ഷെ ഞാൻ എപ്പോൾ എൻ്റെ പ്രാർത്ഥന മാറ്റി, ദൈവമേ എന്താണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. പല മെസ്സേജുകളും കേട്ടാൽ ഓരോരുത്തരുടെ ജീവിതാനുഭവമല്ലേ പ്രസംഗിക്കുന്നത്. ഇത് പാസ്റ്റർക്ക് എങ്ങനെ മനസ്സിലായി എന്ന് നിങ്ങൾ തോന്നില്ലേ? ഈ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ട് ഇന്ന് ആയിരങ്ങളിലേക്ക് 10,000-ങ്ങളിലേക്ക് ദൈവം ഇതെത്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് എന്തിനാ ഇതിലൂടെ കടത്തിവിട്ടത്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, യാതൊരു കഷ്ടതയിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ കഷ്ടം ഞങ്ങളിൽ പെരുകുമ്പോൾ അവിടുത്തെ ആശ്വാസവും ഞങ്ങളിൽ പെരുകുന്നു. മനസ്സിലായോ? നമ്മൾ ആശുപത്രി പോയി പണം നഷ്ടപ്പെട്ട് പോകുമ്പോൾ ദൈവമേ പോന്നല്ലോ, എന്തായി തീരും? ഞാൻ പലതവണ എൻ്റെ വൈഫിനോട് പോലും പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഈ ബോട്ട് മുങ്ങി, ഇനി ഇത് ബാക്കിയുടെ മുങ്ങത്തേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ 1 രൂപ പോലും കടത്തി വരാൻ ദൈവം സമ്മതിച്ചില്ല. ഒരാടെ മുന്നിൽ പോലും കൈ നീട്ടാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം തന്നുകൊണ്ടേയിരുന്നു. ദർശനത്തിലൂടെ ആലോചനകൾ തന്നുകൊണ്ടിരുന്നു. അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് ദൈവം ഇത് കാണിക്കും. പക്ഷെ ഇത് മാറുന്നില്ല, ഇതിൻ്റെ അകത്തൊരു വിടുതലുണ്ടാകുന്നില്ല. പക്ഷെ എന്ന് ആ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് എത്തിയോ, ഈ അനുഭവങ്ങൾ നാളുകളിൽ ഒത്തിരി പേരെ ബലപ്പെടുത്താനും ഒത്തിരി പേരെ പിടിച്ചെടുക്കാനും, യോനാഥാനെ നീ വെക്കുന്ന ചുവടുകൾ നീ വെക്കുമ്പോൾ നീ മാത്രമല്ല, ഒരു വലിയ ജനത വിജയത്തിലേക്ക് വരാനും, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലൊക്കെ ഒരു സ്ഥലത്ത് കിടക്കുമ്പം പേരും പ്രശസ്തി ഒന്നുമില്ലെങ്കിലും കൂടെ നിൽക്കുന്നത് ഒരു ആയുധവാഹകനാണെങ്കിൽ പോലും നീ വെക്കുന്ന ചില ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വെക്കുന്ന ചില ചുവടുകൾ, പ്രിയമുള്ളവരെ, ദൈവിക അടയാളത്തോടു കൂടി വെക്കുന്ന ചില ചുവടുകൾ, അതിൻ്റെ അകത്ത് ദൈവം ജയം തരുന്ന ദൈവമാണ്.
എത്ര പേര് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ മനസ്സ് മടുത്തു പോയിട്ടുണ്ട്, ഞാൻ പിന്മാറിയിട്ടുണ്ട്, ഞാൻ അവിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തെ സംശയിച്ചിട്ടുണ്ട്, എന്തിനാണപ്പാ ഇതിങ്ങനെ തുടരെ 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 വരുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. എന്നെക്കുറിച്ചുള്ളൊരു ഉദ്ദേശം അങ്ങയോട് കൂടെ നിന്ന് അങ്ങയുടെ ആ പ്ലാനിങ്ങുകൾ, അങ്ങയുടെ ഉദ്ദേശം, അങ്ങയുടെ ഹിതം ഞാനൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. എന്നെ പ്രാർത്ഥനയിൽ എന്നെ ഒന്ന് ശക്തനാക്കണമേ, ഉപവാസത്തിൽ എന്നെ ഒന്ന് ശക്തനാക്കണമേ, ദൈവവചനത്തിൽ എന്നെ ഒന്ന് ശക്തനാക്കണേ. ഒത്തിരി പേരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ എനിക്ക് കൃപ നൽകണമേ. ഒത്തിരി പേര് ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മിലൂടെ അനേകർ പുറത്തു വരുവാൻ കാരണമായി തീരും. ഇതാണിതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുക, സർവായുധവർഗം ധരിക്കുക, എടുക്കുക, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി മാറുക, ദൈവശബ്ദത്തിനായിട്ട് കാതോർക്കുക, ദൈവമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്തെടുക്കുക. ആത്മീക ജീവിതം അനുഗ്രഹമാകട്ടെ. അങ്ങനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞ രക്ഷാനായകൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് നിത്യതയുടെ തുറമുഖത്തേക്ക് കർത്താവിനോടൊപ്പം നമുക്ക് വസിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ദൈവജന സന്ദേശം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടല്ലോ. പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മീക കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കണമേ. കർത്താവെ, ശത്രു വെച്ചിരിക്കുന്ന പരിധികൾക്കപ്പുറം പോകാനുള്ള പ്രത്യേകമായ ദൈവകൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ. ആത്മാവിൽ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നെങ്കിലും ആ യോനാഥാൻ വരിക, നാം കയറി ചെല്ലുക, അല്പം കൊണ്ടോ അധികം കൊണ്ടോ യഹോവ ജയം തരുമെന്ന് പറഞ്ഞതുപോലെ, വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചതുപോലെ ഞങ്ങൾ ചില ചുവടുകൾ ഈ ദിവസങ്ങളിൽ വെക്കുകയാണ്. കർത്താവേ, ദൈവം ഞങ്ങളോട് ആലോചന പറയണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഒത്തിരി പേര് നിരാശരാണ്. ഒത്തിരി പേര് പാളയം വിട്ട് മറുപാളയത്തിൽ പോയിരിക്കുകയാണ്. പലതും കണ്ട് അഭിഷേകം നഷ്ടപ്പെട്ട ദൈവമേ, ശൗലിനെ പോലെയുള്ളവർ എന്തുകൊണ്ട് ദൈവം കൂടുണ്ടായിട്ടും ഇങ്ങനെ കിടക്കേണ്ടി വരുന്നു എന്ന് ചിന്തിച്ച് മറുപാളയത്തിൽ ചാടിപ്പോയ പലര് ഈ ദിവസങ്ങളിൽ ദൈവപ്രവർത്തികൾ കണ്ട് ആമേൻ ഇപ്പുറം മടങ്ങി വരുവാൻ കർത്താവ് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനെ സഹായിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയും. ഞങ്ങളുടെ ബലഹീനതകളിൽ തുണനിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മശക്തി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ, ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കാനഡയിലും ദൈവമേ UK-യിലും കർത്താവെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിൻ്റെ മലയോര ഗ്രാമങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഈ വലിയ ശക്തി പകരണമേ. അവരുടെ കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ ദിവസങ്ങളിൽ രക്ഷയുടെ സന്തോഷം, ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, നിത്യജീവനവകാശികളായി തീരുവാൻ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ആമേൻ. ബന്ധനങ്ങൾ, പാരമ്പര്യങ്ങൾ, കർത്താവേ, നന്ദിയോട് സ്തോത്രം, ശാപങ്ങളൊക്കെ വിട്ട് അവർ പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.